ഓരോരുത്തരും സന്തുഷ്ടരുമായതുകൊണ്ടാണ് ഇത്ര വലിയ ഖ്യാതിയോടുകൂടി ഇവിടെ നമുക്ക് ഒന്നിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ മീറ്റിംഗ് വലിയൊരു ഹിസ്റ്റോറിക് ഇവൻ്റാണ്. ഇതിനുവേണ്ടി വളരെയേറെ അധ്വാനിച്ച ബഹുമാനപ്പെട്ട ഡിജോ കാപ്പൻ സാറിനെയും കോളേജിൻ്റെ സംരക്ഷകരായിട്ടുള്ളവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ അലുമിനി അസോസിയേഷൻ ഞാൻ കരുതുന്നത് ഇവിടെ ഇപ്പോൾ പറയപ്പെട്ടതുപോലെ ഇതൊരു ലെജൻഡ് ആയിട്ട് എല്ലാവരും ഇനിയും സംസാരിക്കേണ്ടതും വായിക്കേണ്ടതും പഠിക്കേണ്ടതുമായ വലിയൊരു കാര്യമായിട്ട് ഇത് മാറണം. നമുക്കിന്ന് സങ്കടങ്ങളുടെയും ദുഃഖ ദിവസമാണ്. ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രിയുടെ ഓർമ്മ മനസ്സിൽ സൂക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിലേക്ക് പ്രവേശിച്ചത് തന്നെ. ഹംഗറിക്കാരനായ ഫ്രിറ്റ്സ് കാരിന്തി എഴുതിയ റീഫണ്ട് എന്ന ഒരു നാടകമുണ്ട്. ഫീസിൻ്റെ റീഫണ്ട് ചോദിച്ച പരാതിക്കാരനെ വീണ്ടും പരീക്ഷയിട്ട് വീണ്ടും ജയിപ്പിച്ച അധ്യാപകരെയാണ് നമ്മളിതിൽ കാണുന്നത്. എന്നാൽ ജീവിത പരീക്ഷയിൽ തോറ്റതിന് ക്ലാസ് മുറിയിലെ പകരം വിജയം നമുക്കൊന്നും ആകുന്നില്ല. റീഫണ്ടും അതിന് ഉപകാരപ്പെടുന്നില്ല. ഇതറിയാവുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും ഈ ദേശത്തെ സ്നേഹിക്കുന്നവരുമാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന നമ്മളെല്ലാവരും. അലുമിനി അസോസിയേഷൻ സെൻറ് തോമസ് ഓട്ടോണമസ് കോളേജ് എന്ന് പറയുമ്പോൾ വലിയ അർത്ഥാന്തരങ്ങളുള്ള ഒരു കാര്യമാണ്. കാലം മാറുന്നു. പഴയ വിദ്യാർത്ഥി തൻ്റെ പരിപ്രേക്ഷ്യം അഥവാ പെർസ്പെക്റ്റീവ് മാറ്റുന്നു. ഇപ്പോൾ മുതിർന്നവരുടെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് പഠനം നടത്തുന്നവരാണ് നിങ്ങൾ എല്ലാവരും. അങ്ങനെ ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഈ സ്ഥാപനത്തെക്കുറിച്ചും ഇതിൻ്റെ വലിയ പിതാക്കന്മാരെക്കുറിച്ചുമുള്ള ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ കാര്യമെല്ലാം ഇവിടെ പറഞ്ഞു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന വയലിൽ പിതാവിനെയും പുള്ളിക്കാപ്പറമ്പിൽ പിതാവിനെയും പ്രത്യേകമായിട്ട് ഇവിടെ ഓർക്കുകയാണ്. അവരുടെ മനസ്സും ഹൃദയവുമെല്ലാം ഈ കോളേജിനകത്തും ഈ ക്യാമ്പസിലും ഉണ്ടായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ ഒരു ഡിഗ്രി സ്വന്തമാക്കുക എന്നൊരു ആർഭാടം പോലെയായിരുന്നു. ഒരു BA കാരൻ അല്ലെങ്കിൽ 7ാം ക്ലാസ്സുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ സമൂഹത്തിൽ നമുക്കൊരു അംഗീകാരം കിട്ടുന്ന കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ വന്ന വ്യതിചലനങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തെ റിസർച്ചായിട്ട് നമ്മൾ കണ്ടുമുട്ടേണ്ടതുണ്ട്. അന്നില്ലാതിരുന്ന സ്വാതന്ത്ര്യം ഇന്ന് കുട്ടികൾക്ക് ഇവിടെയുണ്ട്. നിങ്ങൾ അലുമിനി ആയിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാത്ത ഒട്ടനവധി പ്രസ്ഥാനങ്ങളും കൂടുതൽ സ്വാതന്ത്ര്യവുമെല്ലാം ഈ കോളേജിനുള്ളിലും ഈ ക്യാമ്പസിലുമുണ്ട്. സിനിമ കാണാൻ ഇന്ന് ഒളിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം ലോകത്തിൽ എവിടെയും ആർക്കും എത്തിപ്പിടിക്കാവുന്ന മേഖല ആയി കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ജനറേഷന് എന്താണ് ആവശ്യമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഈ ക്യാമ്പസിൽ അലുമിനികളായിട്ട് എത്തുമ്പോൾ ഇന്ന് നിങ്ങളുടെ മക്കളുടെ മക്കളെ പോലെ ഇവിടെ ആയിരിക്കുന്നവരുടെ ആവശ്യങ്ങൾ എന്താണ്, എങ്ങനെ ഈ കോളേജിനെ നമുക്ക് തലമുറകളിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തകൾ പുറത്തുകൂടെയെല്ലാം ആളുകൾ സംസാര വിഷയമാക്കുന്നുണ്ട്. ഈ അൽമ മേറ്റർ അല്ലെങ്കിൽ അൽമ മാറ്റർ അഥവാ പോറ്റുന്ന അമ്മ എന്ന സങ്കല്പം ഈ കോളേജ് നിങ്ങൾക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് നാടുകളിൽ സേതുള മാറ്റർ കരുണയുള്ള അമ്മ എന്നും കലാലയങ്ങളെയും യൂണിവേഴ്സിറ്റികളെയും എല്ലാം വിശേഷിപ്പിക്കുന്നുണ്ട്. അൽമ മാറ്ററിൽ അല്ലെങ്കിൽ അൽമ മേറ്ററിൽ നമ്മളായിരിക്കുമ്പോൾ ഈ അമ്മ നമ്മളെ പോറ്റിയ നമുക്ക് വിളമ്പിത്തന്ന ആ ഒരു വിരുന്നിനെ കുറിച്ചാണ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. ഇവിടെ ആയിരിക്കുമ്പോൾ ചിലപ്പോഴെല്ലാം കോളേജിൻ്റെ
പതിറ്റാണ്ടുകളിലൂടെയുള്ള ചരിത്രം നമ്മൾ നോക്കുമ്പോൾ എതിർപ്പുകളും നിഷേധാത്മകമായിട്ടുള്ള സമീപനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിലെ അച്ചടക്കം ഭാരമായി തോന്നിയവര് ഒരുപക്ഷെ ആ ഭാരം ഇറക്കി വെക്കാൻ കോളേജ് അന്നും തുറന്നു കൊടുത്ത വഴികളും സ്വാതന്ത്ര്യവും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള മേന്മകളും നെഗറ്റീവായിട്ടുള്ള പരിണിത ഫലങ്ങളുമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ്, മനസ്സിലാക്കുമ്പോഴാണ് ഈ അലുമിനി അസോസിയേഷൻ്റെയും അതിപ്രഗത്ഭരായ ഈ വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മയെയും വളരെ അർത്ഥവത്തായ ഒരു കാര്യമായിട്ട് നാം കാണുന്നത്. അച്ചടക്കം പാലിക്കാൻ ഭാരപ്പെട്ട മനുഷ്യമായിട്ട് ആരും ഇന്ന് ഇവിടെ വരുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ന് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വലിയ സ്വാതന്ത്ര്യവും സന്തോഷവും ഈ സ്ഥാപനം നൽകുന്നുണ്ട്. എഡ്യൂക്കേറ്റിംഗ് എ സ്റ്റുഡൻറ് ഈസ് ലൈക്ക് കൾട്ടിവേറ്റിംഗ് എ ലോങ് ടൈം ക്രോപ്പ്. വലിയ വർഷങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ നടുന്ന ഒരു ചെടി പോലെയാണ് ഒരു കുട്ടിക്ക് നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസം. അങ്ങനെ വെള്ളവും ജലവും എല്ലാം നൽകി കുട്ടികളെ കൽപ്പവൃക്ഷം പോലെ വളർത്തിയ ഒരു സ്ഥാപനമാണ് ഈ സെന്റ് തോമസ് കോളേജ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇന്നും രാഷ്ട്രത്തിനും സംസ്ഥാനത്തിനും വലിയ ദുഃഖത്തിൻ്റെ ഓർമ്മകളുള്ളപ്പോഴും ഈ രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെ എല്ലാവരും ഇവിടെ എത്തിയത് ഈ ഒരു ചിന്ത മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് കൊണ്ടുകൂടിയാണ്. നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ച സമ്പത്ത്, ഇവിടെ നിന്ന് ലഭിച്ച സാമൂഹ്യ അവബോധം, ഇവിടെ നിന്ന് ലഭിച്ച വ്യക്തിത്വ പരിശീലനമെല്ലാം കൂടുതലായിട്ട് അതിൻ്റെ ആഴത്തിൽ പഠിക്കാനും സ്വന്തമായിട്ട് കൊണ്ടു നടക്കുവാനുമുള്ള ഒരു അവസരമായിട്ട് മാറട്ടെ. ആത്മീയ നിയന്ത്രണത്തെ പുച്ഛിച്ചു തള്ളുന്ന സ്വാതന്ത്ര്യ മോഹത്തിൻ്റെ വിളയാട്ടമായി കലാലയം ഒരിക്കലും മാറരുത്. ഈ കലാലയം നൽകിയ ചൂണ്ടുപലകകൾ വളരെ വലുതാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് വാസ്തവത്തിൽ ചൂണ്ട് പലകകൾ. ഈ കോളേജ് വിദ്യാസമ്പന്നരുടെ ഒരു വലിയ സങ്കേതമാണ്. കോളേജ് മാഗസിൻ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. ഇവിടെ നടക്കുന്ന റിസർച്ച് വലിയ ആഴമുള്ള വിഷയങ്ങളും സാമുദായികമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. ഈ പഠനങ്ങളെല്ലാം ഈ അൽമാ മേറ്റർ എല്ലാവരെയും പരിഗണിക്കുന്ന കാഴ്ചപ്പാടുകൾ നൽകുന്നതിൻ്റെ അടയാളമാണ്. ഇവിടുത്തെ മാഗസിൻസും നിങ്ങളുടെ റിസർച്ചസും എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണം വരും തലമുറയ്ക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. വിദ്യാഭ്യാസത്തിൻ്റെ ഗവേഷണപരമായിട്ടുള്ള മാനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടെത്തണം. ഈ നാടുകളിലെല്ലാം ഇവിടെ വലിയൊരു സംസാര വിഷയം ഞാൻ കേട്ടത്, നിങ്ങൾ വലിയൊരു ക്ലോക്ക് ടവർ നിർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് സാധ്യമായാൽ ഇത് വലിയൊരു മോണുമെൻ്റ് ആയിട്ട് അലുമിനിയുടെ നൊബിലിറ്റിയുടെ അടയാളമായിട്ട് എന്നും പ്രശോഭിക്കും എന്ന് ഞാൻ കരുതുകയാണ്. കോളേജിന് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അലുമിനി അതിൻ്റെ ക്ലോക്ക് ടവർ ഉൾപ്പെടുന്ന പ്രധാന ഭാഗം നിർമ്മിക്കാൻ മുൻകൈയെടുക്കുന്നതിൽ ഈ ദേശവാസികൾക്കും വലിയ സന്തോഷമുണ്ട്. ക്രാന്തദർശികളായിരുന്ന പിതാക്കന്മാരുടെ മനസ്സുകൾക്ക് അത് കുളിർമയേകും എന്നത് ഉറപ്പാണ്. ക്ലോക്ക് ടവർ എന്ന സമയ സൂചി ഗോപുരം വരും കാലത്തേക്കുള്ള സൂചി തന്നെയാണ്, അഥവാ വലിയൊരു പോയിന്റാണ്, ഒരു ദിശാബോധമാണ്. പ്രൊഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു ചുണ്ടുപലകയായിട്ട് അത് എക്കാലവും നിൽക്കും. ഈ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ അത്തരത്തിലുള്ള ചിന്തകൾ നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഉന്മേഷവും ഉണർവും നൽകും എന്ന് ഞാൻ കരുതുകയാണ്. കാലാവസ്ഥ അടിയന്തരാവസ്ഥയിൽ കഴിയുന്നവരാണ് നമ്മളിൽ ഒട്ടനവധി ആളുകളും. ഈ നാടുകളിലെല്ലാം സുനാമി, ഓക്കി, മഹാപ്രളയം, മണ്ണിടിച്ചിൽ, കൃഷിനാശം, വന്യമൃഗങ്ങളുടെ കടന്നാക്രമണം, കുടിയേറ്റ പ്രശ്നങ്ങൾ, വിഴിഞ്ഞം, മുനമ്പം,
വനാതിർത്തി തർക്കങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമിരിക്കുകയാണ്. ഈ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഇത്തരം സാമൂഹിക വിഷയങ്ങളിൽ വളരെയേറെ താല്പര്യം ഉള്ളവരാണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വലിയ ക്യാമ്പസാണ് നമ്മുടേത്. എനിക്ക് നിങ്ങളോട് വീണ്ടും അതേക്കുറിച്ച് പറയാനുള്ളത്, ഈ ക്യാമ്പസ് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു കാർബൺ ന്യൂട്രൽ സെൻ്ററായിട്ട് സ്ഥാപനമായിട്ട് മാറണം. ഒരു ക്ലീൻ സെൻറ് തോമസ് ഓട്ടോണമസ് കോളേജ് എന്നതായിരിക്കണം ഇത്തരം വലിയ സന്ദേശങ്ങളുടെ അല്ലെങ്കിൽ കൂടിവരവുകളുടെ അടിസ്ഥാന കാര്യമായിട്ട് നമ്മളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്നുകൂടി ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ പറയും, ഇത് വലിയൊരു തോമിസ്റ്റിക് ഗ്യാതറിംഗ് ആണ്. സെൻറ് തോമസ് കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തോമിസ്റ്റിക് ഗ്യാതറിംഗ് ആണ്. ആ വലിയ പൗരാണിക പാരമ്പര്യത്തോട് ബന്ധപ്പെട്ട്, ആ ശ്ലീഹായോട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ കൂടിവരവിൽ നമുക്ക് ഈ ദേശം നേരിടുന്ന സാമൂഹിക വിഷയങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഫോറങ്ങൾ കൂടെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വെസ്റ്റേൺ ഗട്ട്സ് പ്രോബ്ലവും അവിടെ ആ പ്രശ്നങ്ങളുമെല്ലാം ഈ കാലത്ത് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മളുടെ ഇത്തരത്തിലുള്ള കൂടി വരവുകൾ നമ്മുടെ വരുംകാല സമുദായത്തിന്, വിശാല സമൂഹത്തിന് ഈ തോമസ്റ്റിക് ഗ്യാതറിംഗ് വഴി കൂടുതൽ ഉപകാരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നല്ലൊരു ക്ലീൻ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ സെൻറ് തോമസ് ക്യാമ്പസിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. അപ്പോഴാണ് നമുക്ക് അതിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. കാർബൺ ന്യൂട്രൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഇതും ഈ പ്രദേശവും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വലിയ സമ്മേളനത്തിൽ നമ്മുടെ ആദരണീയനായ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ സാറിനെ പോലെയുള്ളവരുടെ സാന്നിധ്യം വലിയ അനുഗ്രഹമാണ്, ചരിത്രപരമായ സംഭവമാണ്. ഭാവിയിലേക്കുള്ള ഉണർവ് നമുക്കെല്ലാവർക്കും നൽകുന്ന കാര്യമാണ്. ഈ വേദിയിൽ ഈ ദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ ആളുകൾ, നമ്മുടെ MLA MP ഉൾപ്പെടെ ഉള്ളവരെല്ലാം ഇവിടെയുണ്ട്. അവരുടെ ഈ സാന്നിധ്യം തന്നെ നമുക്ക് വളരെ പ്രചോദനം നൽകുന്നതാണ്. വലിയ പിതാവ്, പള്ളിക്കാപ്പറമ്പിൽ പിതാവ് ഇവിടെ വരാനായിട്ട് വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. ജസ്റ്റിസ് ബാലകൃഷ്ണൻ സാറിനോട് പിതാവിൻ്റെ പ്രാർത്ഥനകൾ അറിയിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. പിതാവിന് അല്പം ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇവിടെ എത്താനായിട്ട് സാധിക്കാത്തത്. പിതാവിൻ്റെ പ്രാർത്ഥനകൾ ബഹുമാനപ്പെട്ട ജസ്റ്റിസിനെയും മറ്റെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഇതിനു വേണ്ട വലിയ അധ്വാനം നടത്തിയ ഡിജോ കാപ്പൻ സാറിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും മനസ്സിൽ സൂക്ഷിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.